തലയാട്ടുന്ന പാവകൾ വളരെ ഫേമസ് ആണല്ലേ. ഈ പാവകൾ വീട്ടിൽ തയ്യാറാക്കിയാലോ, അതും ചിരട്ട ഉപയോഗിച്ച്. ചിരട്ട, പെയിന്റ്, ബ്രഷ്, ഇൻവിറ്റേഷൻ കാർഡ്, നൂല് എന്നിവയാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 3 ചിരട്ടയാണ് വേണ്ടത്. ഇവിടെ 3 ചിരട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു 10-20 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുക്കുക. ഇത് ഇതുപോലെ കോൺ പോലെ മടക്കാം. നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നന്നായി മടക്കിയ ശേഷം ഇതിന്റെ അറ്റത്തെ ഭാഗം ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കാം. എന്നിട്ട് ഇത് കത്രിക ഉപയോഗിച്ച് മുറിച്ചു മാറ്റാം. ഈ കാർഡിന്റെ കുറച്ചു ഭാഗം ഇതുപോലെ മുറിച്ചു മാറ്റിയപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോൺ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി വെള്ളത്തിൽ കുതിർത്തിയ ശേഷം നന്നായി ക്ലീൻ ചെയ്ത ചിരട്ടകൾ എടുക്കുക. ഈ ചിരട്ടകളിൽ ഓരോന്നിലായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ചിരട്ടയിൽ ചുവന്ന പെയിന്റ് ആണ് അടിക്കുന്നത്. രണ്ടാമത്തേതില് നീല നിറത്തിലുള്ള പെയിന്റ് അടിക്കാം. ഇനി മൂന്നാമത്തെ ചിരട്ട എടുത്ത് അതിൽ 1/4 ഭാഗം സ്കിൻ കളറിലുള്ള പെയിന്റ് ചെയ്തു കൊടുക്കാം. അതിന്റെ ബാക്കിയുള്ള ഭാഗത്തായിട്ട് കറുത്ത നിറത്തിലുള്ള പെയിന്റും അടിക്കണം. ഇനി ഇത് ഉണങ്ങാനായിട്ട് വിടാം. ഇത് ഉണങ്ങിയ ശേഷം ഇതില് നീല നിറത്തിലുള്ള ചിരട്ട എടുത്ത് അതിന്റെ താഴെയായിട്ട് കറുത്ത നിറത്തിലുള്ള പെയിന്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തു കൊടുക്കാം. ഇനി ചുവന്ന പെയിന്റ് അടിച്ച ചിരട്ടയിൽ കൈയുടെ ചിത്രം വരച്ചു കൊടുക്കുക. നമസ്കാരം പറയുന്ന പോലെയാണ് ഇവിടെ കൈ വരയ്ക്കേണ്ടത്. ഈ കൈ വരച്ചിട്ട് സ്കിൻ കളറിൽ പെയിന്റ് അടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ഈ ചുവന്ന നിറത്തിലുള്ള പെയിന്റ് അടിച്ച ചിരട്ട നീല നിറത്തിൽ പെയിന്റ് അടിച്ച ചിരട്ടയുടെ മുകളിലായിട്ട് വെക്കണം. ചിരട്ടയുടെ അരികില് പശ തേച്ചതിന് ശേഷമാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി വെട്ടിവെച്ച കോൺ ഷേപ്പിലുള്ള പേപ്പർ എടുത്ത് ചിരട്ടയുടെ മുകളിൽ ഒട്ടിക്കണം. അതിനായിട്ട് ഇതിന് താഴെയും അല്പം പശ തേച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് 2 നിറത്തിൽ പെയിന്റ് ചെയ്ത ചിരട്ട എടുത്ത് അതിന്റെ സ്കിൻ കളർ ചെയ്ത സ്ഥലത്തായിട്ട് കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ വരച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പൊ ഒരു മുഖം പോലെ തോന്നുന്നുണ്ട് അല്ലെ. ഇവിടെ ഇത് തയ്യാറായിട്ടുണ്ട്. ഇതിനി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കോണിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിൽ പതിയെ ഒന്ന് തട്ടി നോക്കൂ. നമ്മുടെ തല കുലുക്കുന്ന പാവ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മൾ ഇത് തയ്യാറാക്കിയത്. നിങ്ങൾക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.